മോഹൻലാൽ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിച്ച ഒരു ഗംഭീര ന്യൂസാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അവരെ ശരിക്കും അതിശയപ്പെടുത്തിയിരിക്കുന്നത്. മോഹൻലാലിന് ഒരു ക്ഷണം ലഭിച്ചിരിക്കുന്നു. ആ ക്ഷണത്തെ തുടർന്ന് ഒരു ഇവന്റിൽ മോഹൻലാലിനെ കാണാൻ കഴിയും എന്നത് തന്നെയാണ് അതിന് ആധാരമായി പറയുന്ന സൂചനകൾ. തമിഴ് ഫിലിം പ്രൊഡ്യൂസേഴ്സ് കൗൺസിൽ TFPC 2024 ജനുവരി 6 തമിഴ്നാട്ടിലെ ഗിണ്ടി റേസ് കോഴ്സിൽ ഗംഭീരമായി നടത്താനിരിക്കുന്ന കലൈഞ്ചർ 100 പരിപാടിയിലേക്ക് നടന്മാരായ രജനീകാന്തിനെയും കമലഹാസനെയും നേരിട്ട് ക്ഷണിച്ചു എന്ന വിവരങ്ങൾ നേരത്തെ തന്നെ തമിഴ് സിനിമാ ലോകത്ത് വലിയ വാർത്തയായിരുന്നു. ചെന്നൈ തലസ്ഥാനം തമിഴ് ഫിലിം അസോസിയേഷൻ അംഗങ്ങൾ ബുധനാഴ്ച രജനിക്കും കമലിനും ക്ഷണം കൈമാറുന്നതിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അന്തരിച്ച DMK നേതാവും മുൻ തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ കരുണാനിധിയുടെ ശതാബ്ദി വർഷത്തിന്റെയും തമിഴ് സിനിമയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനകളുടെയും ആഘോഷമാണ് TFPCയുടെ കലൈഞ്ചർ 100 പരിപാടി ഡിസംബർ നടക്കുമെന്ന് നേരത്തെ നിശ്ചയിച്ചിരുന്നു. 2023 നവംബറിൽ രജനിക്കും കമലഹാസനും ആദ്യ ക്ഷണം ലഭിച്ചിരുന്നു. മൈജോങ് ചുഴലിക്കാറ്റ് മൂലമുണ്ടായ ചെന്നൈ വെള്ളപ്പൊക്കത്തെ തുടർന്ന് ഡിസംബറിൽ നഗരം വെള്ളത്തിനടിയിലായി. TFPCയുടെ കലൈഞ്ചർ 100 ഇവന്റ് ഡിസംബർ 24 നടത്താനിരുന്നതായിരുന്നു. അത് ജനുവരി 6 മാറ്റുകയായിരുന്നു. കൂടാതെ 2 മുതിർന്ന താരങ്ങളും തമിഴ് സിനിമാ ലോകത്തെ നേരിട്ട് വീണ്ടും ക്ഷണിച്ചു. രജനി, കമൽ എന്നിവരെ കൂടാതെ സ്റ്റാർ അഭിനേതാക്കളായ അജിത്, വിജയ് കൂടാതെ തമിഴിലെ പ്രമുഖരെല്ലാവരും പങ്കെടുക്കുന്ന ഒരു പരിപാടിയായിരിക്കും കലൈഞ്ചർ 100. ഇവർക്കൊക്കെ ക്ഷണം ലഭിച്ചു എന്നാണ് വിവരങ്ങൾ. അപ്പോഴാണ് മോഹൻലാലിനും ഈ പരിപാടിയിലേക്ക് ക്ഷണം ലഭിച്ചു എന്ന വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ എത്തിയത്. ഇത് ആരാധകരെ വലിയ രീതിയിൽ ഞെട്ടിക്കുകയും ചെയ്തു. കാരണം അവർക്ക് പറയാനുണ്ടായിരുന്നത് എല്ലാം കറക്റ്റായി വരികയാണെങ്കിൽ അവരുടെ എന്നത്തെ മികച്ച 2 താരങ്ങളെ ഒരുമിച്ച് കാണാൻ കഴിയും എന്നതാണ്. മോഹൻലാലിന്റെയും വിജയിയും ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ട ഒരു കോംബോ ആയിരുന്നു മോഹൻലാലിന്റെയും വിജയുടെയും കോംബോ. തമിഴ്നാട്ടിലും അതെ, കേരളത്തിലും അങ്ങനെ തന്നെ. ജില്ല എന്ന ഒറ്റ ചിത്രം കൊണ്ട് ഈ കോംബോ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടു. ഇനിയും അവർക്ക് ഈ കോംബോ കാണണമെന്ന് ആഗ്രഹിക്കുമ്പോൾ പിന്നീട് ഒരു ഇവന്റിലും ഇവരെ നമ്മൾ കണ്ടതേയില്ല. എന്നാൽ കലൈഞ്ചർ 100 പരിപാടിയിൽ മോഹൻലാലും വിജയും ഒന്നിച്ച് എത്തിയേക്കാനുള്ള സാധ്യതകളെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് സോഷ്യൽ മീഡിയ. എല്ലാം കറക്റ്റായി വരികയാണെങ്കിൽ നമ്മൾ വിറ്റ്നസ് ചെയ്യാൻ പോകുന്നത് ഈ മാസീവ് കോംബോയുടെ ഒത്തുചേരലാണെന്നാണ് കലൈഞ്ചർ 100നെ ഹാഷ്ടാഗ് ചെയ്തുകൊണ്ട് എല്ലാവരും പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തുന്നത്. ഈ എപ്പിക് കോംബോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ അതിന്റെ സൂചനകൾ നൽകി സോഷ്യൽ മീഡിയയിൽ എത്തിയത് വളരെയധികം കൗതുകം ഉണർത്തുന്നതായി. എന്തായാലും മോഹൻലാലിന് ഈ പരിപാടിയിലേക്ക് ക്ഷണം ലഭിച്ചു എന്നതാണ് മറ്റൊരു കൗതുകം. തമിഴ്നാട്ടിലെ സിനിമാ ഉലകത്തിലെ എല്ലാ താരങ്ങൾക്കും ക്ഷണം ലഭിച്ചപ്പോൾ മോഹൻലാലിന് മാത്രം സെപ്പറേറ്റ് ക്ഷണം. കാരണം മോഹൻലാൽ ഇരുവർ എന്ന ചിത്രത്തിൽ അഭിനയിച്ചതുകൊണ്ട് ആയിരിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അങ്ങനെയാണ് മലയാളി പ്രേക്ഷകർ കാണുന്നതും. എന്തായാലും മോഹൻലാലിനും ഇങ്ങനൊരു ക്ഷണം ലഭിച്ചു. മോഹൻലാൽ ഈ പരിപാടിയിൽ പങ്കെടുക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും മോഹൻലാൽ ഇപ്പോൾ ചെന്നൈയിലുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ നടക്കുന്ന ഈ പരിപാടിയിൽ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എല്ലാം കറക്റ്റായി വരികയാണെങ്കിൽ ഈ ഗംഭീര കോംബോ നമുക്ക് വേദിയിൽ കാണാൻ കഴിയും എന്നത് എടുത്തു പറയുന്നു. ആ ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാകുന്നതും.